Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റിന്റെ പേര് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പോൾ എന്താണ് വോയിസ്? ഇത് ആൻസർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വോയിസ്. ദ ഫോം ഓഫ് എ വേർബ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ സബ്ജക്റ്റ് പെർഫോംസ് ആൻ ആക്ഷൻ ഓർ ദ സബ്ജക്റ്റ് ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് ആൻ ആക്ഷൻ ഈസ് ടേംഡ് വോയിസ്. അപ്പോൾ എന്താ വോയിസ്? വോയിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഫോം ഓഫ് എ വേർബ്, വെർബിന്റെ രൂപമാണ്. ആ വെർബിന്റെ രൂപത്തിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെദർ ദ സബ്ജക്റ്റ് പെർഫോംസ് ആൻ ആക്ഷൻ. ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടോ, അതല്ലാതെ സബ്ജക്റ്റ് ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് ആൻ ആക്ഷൻ, അതല്ല ആ സെന്റൻസിലെ ആക്ഷൻ എന്താണെങ്കിൽ അതിൻ്റെ റെസിപ്പിയന്റ്, അതിൻ്റെ ആക്ഷനെ സ്വീകരിക്കുന്ന ആളാണോ സബ്ജക്റ്റ്. അപ്പൊ രണ്ട് കാര്യമാണ്. സബ്ജക്റ്റ് ആക്ഷൻ പ്രവർത്തിക്കുന്ന ആളാണോ, അതല്ല ആ ആക്ഷന്റെ റെസിപ്പിയന്റ്, ആ ആക്ഷനെ റിസീവ് ചെയ്യുന്ന ആളാണോ സബ്ജക്റ്റ്. ഇത് തീരുമാനിക്കുന്ന വെർബിന്റെ രൂപത്തെയാണ്, ദ ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ രൂപത്തെയാണ് വോയിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോയിസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്, വോയിസിനെ തരംതിരിച്ചിട്ടുണ്ട്. രണ്ട് തരമാണ് വോയിസ്. ഏതൊക്കെയാ? ഒന്ന് ആക്റ്റീവ് വോയിസ്, രണ്ട് പാസീവ് വോയിസ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് വോയിസ്. അപ്പൊ വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വോയിസ്? അതായത് വോയിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് ആക്ഷൻ ചെയ്യുന്ന ആളാണോ, അതല്ല സബ്ജക്റ്റ് ആക്ഷനെ റിസീവ് ചെയ്യുന്ന ആളാണോ എന്ന് നിർവചിക്കുന്ന, അല്ലെങ്കിൽ എന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന വെർബിന്റെ ഫോമിനെയാണ് എന്ത് വിളിക്കുന്നത്? വോയിസ്. ഇനി വോയിസ് രണ്ട് തരത്തിലുണ്ട്, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവും പാസീവും. ഇനി എന്താണ് ആക്റ്റീവ്? നോക്കൂ, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് ഈസ് ഗിവൺ എംഫസിസ്, ഒന്നുകിൽ ഒരു സെന്റൻസ് ആ സെന്റൻസിലെ സബ്ജക്റ്റിന് പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നുണ്ടെങ്കിൽ, ഇനി അതല്ലെങ്കിൽ ഇഫ് ദ സബ്ജക്ട്സ് ആക്ട്സ്, ആ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സച്ച് സെന്റൻസ് ഈസ് സെറ്റ് ടു ബി ഇൻ ദ ആക്റ്റീവ് വോയിസ്. അത്തരം വാചകങ്ങൾ ആക്റ്റീവ് വോയിസിലാണെന്ന് പറയാം. ഇനി ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ബീങ് ആക്റ്റഡ് അപ്പോൺ, ഇനി സബ്ജക്റ്റ് പ്രവർത്തിക്കല്ല പ്രവർത്തിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ പാസീവ് വോയിസ് എന്ന് വിളിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് വോയിസിലെ എംഫസിസ് ഈസ് ഓൺ ഒബ്ജക്റ്റ്, ഊന്നൽ നൽകുന്നത്, പ്രാധാന്യം നൽകുന്നത് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിനാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് the active voice is used to emphasize the agent or the doer. അതായത് ഒരു സെന്റൻസിലെ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുന്നത് ആ സെന്റൻസിലെ ഏജന്റ് അല്ലെങ്കിൽ ഡുവർ, ആ സെന്റൻസിലെ ആക്ഷൻ എന്താണെങ്കിൽ അത് ചെയ്യുന്ന ആൾക്ക് ഊന്നൽ കൊടുക്കാം, അതിനു വേണ്ടിയാണ് ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുന്നത്. എന്നാൽ പാസീവ് വോയിസ് ഈസ് യൂസ്ഡ് ടു എംഫസൈസ് ദ ആക്ഷൻ, അതായത് ആ ഒരു പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കാം. ആക്ഷന് ഊന്നൽ കൊടുക്കുന്നത് പാസീവ് വോയിസും, ആക്ഷൻ ചെയ്ത ഡുവർ, ചെയ്ത ആള് ആരാണോ അത് ചെയ്തതെങ്കിൽ അയാൾക്ക് ഊന്നൽ കൊടുക്കുന്നത് ആക്റ്റീവ് വോയിസും. ദ പാസീവ് വോയിസ് ഈസ് ആൾസോ യൂസ്ഡ് when the doer of the action is irrelevant or when the subject is too vague or unknown. ഒരു സെന്റൻസ് അതിലെ ആക്ഷൻ ചെയ്യുന്ന ആള് അപ്രസക്തനാണെങ്കിൽ, ചെയ്യുന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ലെങ്കിലും, അല്ലെങ്കിൽ ആ വ്യക്തി ആരാണെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിലും
പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുക. ഇനി അത്തരത്തിലുള്ള ഒരു സെന്റൻസിന്റെ എക്സാമ്പിൾ, ഈ സെന്റൻസ് പാസീവ് അല്ല, ആക്റ്റീവ് തന്നെയാണ്. കാരണം സെന്റൻസ് ഇതാണ്, സംവൺ ഹാസ് കിഡ്നാപ്പ്ഡ് ദ മിനിസ്റ്റേഴ്സ് സൺ. മിനിസ്റ്ററുടെ മകനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഈ കിഡ്നാപ്പ് ചെയ്ത ആള്, അയാളാണ് ഡുവർ അല്ലെങ്കിൽ സബ്ജക്റ്റ്. ഇവിടെ അയാൾ ആരാണെന്ന് അറിയില്ല. അപ്പൊ ഇത്തരം ഒരു സെന്റൻസ് പാസീവില് പറയാണ് നല്ലത്. അതായത് നമ്മൾ ഇത് പാസീവില് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, ദ മിനിസ്റ്റേഴ്സ് സൺ ഹാസ് ബീൻ കിഡ്നാപ്പ്ഡ്, ഇതാണ് നല്ലത്. അതുപോലെ തന്നെ പീപ്പിൾ മസ്റ്റ് ഒബേ ദ റൂൾസ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ, ഗവൺമെന്റിന്റെ റൂൾസ് പീപ്പിൾ ഒബേ ചെയ്യണം, പാലിക്കണം. ഇവിടെയും ആ പീപ്പിൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ സബ്ജക്റ്റ് ഇറലവൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അത് ആരാണെന്ന് കൃത്യമായിട്ട്, കാരണം മൊത്തത്തിൽ പറയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സെന്റൻസുകള് പാസീവില് പറയുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കൺവേർഷൻ ഓഫ് ആക്റ്റീവ് വോയിസ് ഇൻ ടു പാസീവ് വോയിസ്, ജസ്റ്റ് നമുക്കൊരു സെന്റൻസ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഏത് സെന്റൻസ്? ഹി വിൻസ് എ ലോട്ടറി. അവൻ ഒരു ലോട്ടറി വിൻ ചെയ്തു. അവനൊരു ലോട്ടറി അടിക്കുന്നു. ഹി വിൻസ്, അവന് വിൻ ചെയ്യുന്നു. എന്ത്? ലോട്ടറി. ഇവിടെ ഹി എന്നുള്ളത് സബ്ജക്റ്റ്, വിൻസ് എന്നുള്ളത് വെർബ്, വിൻ ചെയ്യുന്നു. എന്ത്? ലോട്ടറി. ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അത് വൃത്തം കിട്ടിയാലോ. ഇനി ഇവിടെ നമ്മൾ ഇതിന്റെ ജനറൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ, ഒബ്ജക്റ്റിനെ എടുത്ത് പാസീവില് സബ്ജക്റ്റ് ആക്കി എഴുതാം. ഇവിടെ ആക്റ്റീവിലെ ഒബ്ജക്റ്റ് ആണ് എന്ത്? എ ലോട്ടറി. അതിന് സബ്ജക്റ്റ് ആക്കി എഴുതി. അതിനെന്ത് ചെയ്തു? സബ്ജക്റ്റ് ആക്കിയിട്ട് എഴുതി എ ലോട്ടറി. എ ലോട്ടറി. ഇനി നമ്മളുടെ ആക്റ്റീവ് വോയിസ് സിമ്പിൾ പ്രസന്റ് ആണ്. അതായത് ഹി വിൻസ് അല്ലെ, സിമ്പിൾ പ്രസന്റ് V1. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് വന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, എ ലോട്ടറി എന്നാണ്. എ ലോട്ടറി എന്നുള്ളത് സിംഗുലർ ആണ്, പ്രസന്റ് ആണ്. സിംഗുലർ ആണ്, പ്രസന്റ് ആണ്. ഇത് നമ്മൾ നോക്കണം. അതിനനുസരിച്ചിട്ട് സിംഗുലർ ആയിട്ടുള്ള പ്രസന്റ് ആയ ഓക്സിലറി വെർബ് ബി ഫോം ഉപയോഗിക്കാം. അതായത് ഈസ് എന്നുള്ളതാണ്. ഈസ് ആണ് സിംഗുലറും പ്രസന്റും. ഇനി അപ്പൊ എ ലോട്ടറി ഈസ്. ഇനി അടുത്തത് ആക്റ്റീവില് വിൻ എന്നുള്ള വെർബാണ്. അതായത് പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെർബിന്റെ മൂന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അത് മറക്കാൻ പാടില്ല, വെർബിന്റെ മൂന്നാമത്തെ രൂപം. അപ്പൊ ഇവിടെ വിൻ എന്നുള്ളതിന്റെ മൂന്നാമത്തെ രൂപം വൺ എന്നുള്ളതാണ്. അപ്പോ എ ലോട്ടറി ഈസ് വൺ. ഒരു ലോട്ടറി അടിക്കപ്പെട്ടു. ലോട്ടറി അടിക്കപ്പെട്ടു. ലോട്ടറി ഈസ് വൺ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ ബൈ ഇട്ടിട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് പാസീവിൽ എഴുതണം. അപ്പൊ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ഇവിടെ ഹി എന്നുള്ളതാണ്. ആ പ്രോനൗൺ സബ്ജക്റ്റീവ് രൂപത്തിലാണ്. അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് രൂപത്തിലേക്ക് മാറ്റണം. അതായത് ഹിം എന്ന രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ ബൈ ഹിം എന്ന് എഴുതണം. അപ്പൊ മൊത്തത്തിൽ ആൻസർ എ ലോട്ടറി ഈസ് വൺ ബൈ ഹിം. ഇതാണ് മൊത്തത്തില് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിക്ക് മാറ്റേണ്ട രീതി. ഇനി മൊത്തത്തില് ഇതിന്റെ റൂൾസ് ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ആക്റ്റീവ് വോയിസ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ആക്റ്റീവ് വോയിസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾക്ക് ആക്റ്റീവ് വോയിസ് ഇല്ല. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് 7 ടെൻസാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് വരുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ എന്ന് ആ റൂൾസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വർക്കൗട്ടിലേക്ക് പോവാം. സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് എഴുതാം.
അതായത് ആക്റ്റീവിലെ ഒബ്ജക്റ്റ് പാസീവ്ക്ക് മാറ്റുമ്പോൾ ആക്റ്റീവിലെ ഒബ്ജക്റ്റ് എഴുതുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ രൂപത്തിൽ മാറ്റി എഴുതണം കേട്ടോ. ആക്റ്റീവില് ഇപ്പോൾ ഹിം ആണെങ്കിൽ പാസീവ്ക്ക് മാറ്റുമ്പോൾ ഹിം എഴുതണം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ കറക്റ്റ് ആയിട്ടുള്ള ബി ഫോം, പ്രസന്റ് ബി ഫോം എഴുതാം. അതായത് ആം, ഈസ്, ആറ്. ഇങ്ങനെ ഒബ്ജക്റ്റ് നമ്മൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറ്റി എഴുതുമ്പോൾ ഐ വരികയാണെങ്കിൽ ആം, സിംഗുലർ വരികയാണെങ്കിൽ ഈസ്, പ്ലൂരൽ ആണെങ്കിൽ ആറ്. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം, പിന്നെ നമ്മൾ അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പിന്നെ നമ്മൾ ബൈ ഇട്ടിട്ട് ആക്റ്റീവിലെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ രൂപത്തിൽ എഴുതണം. സിമ്പിൾ പ്രസന്റ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റിന് എഴുതണം, പിന്നെ ആമോ ഈസോ ആറോ എഴുതണം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആകുമ്പോൾ മറക്കരുത് ബീയിങ് ചേർക്കണം, ബീയിങ്. അതിനുശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം, പിന്നെ ബൈ ഇട്ടിട്ട് സബ്ജക്റ്റ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ്, പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റീവിലെ ഹാസോ ഹാവോ. അത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? അതായത് ആക്റ്റീവിലെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി എഴുതും. ആക്റ്റീവിലെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂരൽ ആണെങ്കിൽ ഹാവ്. അതിനുശേഷം നമ്മൾ പാസീവ് ആയതുകൊണ്ട് ബീന് ചേർക്കണം, ബീൻ. പിന്നെ ശ്രദ്ധിക്കുക V3 വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ചേർക്കണം. അതിനുശേഷം ബൈ ഇട്ടിട്ട് സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് രൂപം. ഇത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വാസോ വേറോ. ആ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ്, ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേറ്. ഇനി അതിനുശേഷം ചെയ്യേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ രൂപം, പിന്നെ ബൈ ഇട്ടിട്ട് സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് രൂപം. ഇനി അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ്, സാധാരണ ചെയ്യുന്ന പോലെ ഒബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂരൽ ആണെങ്കിൽ വേറ്. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബീയിങ് എഴുതാൻ മറക്കരുത്. ശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം, പിന്നെ ബൈ ഇട്ടിട്ട് സബ്ജക്റ്റ്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ആക്റ്റീവിൽ വന്ന ഹാഡ് എഴുതുക. പിന്നെ പ്രസന്റ് പെർഫെക്റ്റിൽ ചെയ്ത പോലെ തന്നെ ബീന് ചേർക്കുക. വെർബിന്റെ മൂന്നാമത്തെ രൂപം, അത് കഴിഞ്ഞിട്ട് ബൈ ഇട്ട് സബ്ജക്റ്റ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ. ഇവിടെ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക, പിന്നെ നമ്മൾ വില്ലോ ഷാളോ ഏതാണെങ്കിൽ അത് എഴുതുക. അതിനോട് ചേർത്ത് ബി എഴുതണം, BE. അപ്പൊ ഇവിടെ വിൽ ബി ഓർ ഷാൽ ബി വരും. അതിനുശേഷം V3 എഴുതണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഈസ് PP. അതിനുശേഷം ബൈ ഇട്ടിട്ട് സബ്ജക്റ്റ്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ആക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ, ഹി മേക്സ് ടോയ്സ്. ഇതിൽ ഒബ്ജക്റ്റ് ടോയ്സ്, അപ്പൊ ടോയ്സ് വെച്ച് തുടങ്ങാം സബ്ജക്റ്റ് ആയിട്ട് പാസീവില്. അപ്പൊ എങ്ങനെ വരിക? ടോയ്സ്. പിന്നെ ബഹുവചനം ആയതുകൊണ്ട് ടോയ്സ് ആർ, വെർബിന്റെ മൂന്നാമത്തെ രൂപം മെയ്ഡ്. ടോയ്സ് ആർ മെയ്ഡ് ബൈ ഹിം. ഹി എന്നുള്ളത് ഹിം. ഇനി ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ, കണ്ടിന്യൂസ്, ബൈ ഹിം. ഇനി ഹിസ് ടീം ഹാസ് വൺ ദ പ്രൈസ്. ഏതാ ഒബ്ജക്റ്റ്? ദ പ്രൈസ്. തുടങ്ങാം. ദ പ്രൈസ് ഹാസ് ബീൻ വൺ, പ്രസന്റ് പെർഫെക്റ്റ്, ബീന് ചേർക്കണം. ഹാസ് ബീൻ വൺ ബൈ ഹിം, ബൈ ഹിസ് ടീം. സബ്ജക്റ്റ് ഹിസ് ടീം എന്ന ഒബ്ജക്റ്റ് ആക്കിയിട്ട് എഴുതുക, ബൈ ഹിസ് ടീം. ഇനി ഹി അഡ്വൈസ്ഡ് മീ. ഏതാണ് സബ്ജക്റ്റ്? മീ എന്നുള്ള ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ഐ. അഡ്വൈസ്ഡ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ എന്താ ചേർക്കേണ്ടത്? ഐ വാസ് അഡ്വൈസ്ഡ് ബൈ ഹിം. ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഹി വാസ് ടീച്ചിങ് ദ സ്റ്റുഡൻസ്. ഒബ്ജക്റ്റ് സ്റ്റുഡൻസ് ആണ്, സബ്ജക്റ്റ് ആയിട്ട് എഴുതണം അതന്നെ, ദ സ്റ്റുഡൻസ്. ഇനി വേറെ എഴുതണം, സ്റ്റുഡൻസ് പ്ലൂറൽ അല്ലേ. ദ സ്റ്റുഡൻസ് വേർ ബീയിങ് ടോട്ട് ബൈ ഹിം. അടുത്തത് ഹി ഹാഡ് കൺസൾട്ടഡ് ദ ഡോക്ടർ. ഒബ്ജക്റ്റ് ഡോക്ടർ, സബ്ജക്റ്റ് ആക്കൂ. അപ്പൊ എന്താ വരിക? ദ ഡോക്ടർ, പാസ്റ്റ് പെർഫെക്റ്റ്. സോ ഹാഡ് ബീൻ കൺസൾട്ടഡ് ബൈ ഹിം. ഇനി ഫ്യൂച്ചർ,
he will announce the results. The results will be announced. The results will be announced by him. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമ്പിൾസ് നമ്മൾ ഇങ്ങനെയാണ് മാറ്റേണ്ടത് കേട്ടോ. നോക്കൂ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ആദ്യത്തെ മാറ്റം എന്താ? ഇന്റർചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഇതാണ് ഒന്നാമത്തെ മാറ്റം. അതായത് ഒബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് വോയിസ്, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ എന്തു ചെയ്യണം? ഷുഡ് ബി ചേഞ്ച്ഡ് ഇൻ ടു സബ്ജക്റ്റ് ഇൻ ദ പാസീവ് വോയിസ്. ഒന്നാമത്തെ നിയമം, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിക്ക് മാറ്റാം. അപ്പൊ അത് ആക്റ്റീവ് വോയിസില് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവ് രൂപത്തിലേക്കാണ് പ്രോനൗൺ ആണെങ്കിൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിം, അതിനെ നമ്മൾ പാസീവിന്റെ സബ്ജക്റ്റ് ആവുമ്പോൾ ഹി എന്നുള്ളതിലേക്ക് മാറ്റണം പ്രോനൗണ്. എന്നാൽ നൗണ് പ്രശ്നമല്ല. ഫോർ എക്സാമ്പിൾ ഹി ഈസ് റീഡിങ് എ ബുക്ക്, ഇതേതാ? ആക്റ്റീവ് ആണ്. ഹി എന്നുള്ളത് ഏതാ? സബ്ജക്റ്റ്. ഈസ് റീഡിങ് വെർബ്, എ ബുക്ക് ഒബ്ജക്റ്റ്. ഇവിടെ ബുക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അതൊരു നാമമായതുകൊണ്ട് സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ നേരെ ആ ബുക്കിനെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എഴുതാം. അപ്പൊ എ ബുക്ക്. പിന്നെ ഈസ് റീഡിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സോ ഈസ് ബീയിങ്, മൂന്നാമത്തെ രൂപം ഏതാ? റെഡ്, സെയിം സ്പെല്ലിങ്, റെഡ് ബൈ. ഇനി സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കിയിട്ട് എഴുതാ. ആക്റ്റീവിലെ ഏതാ? ഹി എന്നുള്ളതാ. അപ്പൊ ബൈ ഹിം. ഇനി നോക്കൂ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു 1, 2, 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സെന്റൻസും നമുക്ക് പാസീവ്ക്ക് മാറ്റാൻ കഴിയില്ല. ഓൺലി ദോസ് സെന്റൻസസ് വിത്ത് ട്രാൻസിറ്റീവ് വേർബ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു പാസീവ്. അതായത് ഒരു സെന്റൻസ്, ആ സെന്റൻസിലെ വെർബ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പാസീവ്ക്ക് മാറ്റാൻ പറ്റും. ട്രാൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വരുന്ന വെർബ്. എല്ലാ വെർബിലും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഒബ്ജക്റ്റ് വരുന്ന വെർബിനാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പൊ ട്രാൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റൂ. എന്നാൽ ഇൻട്രാൻസിറ്റീവ് വെർബ് ഹാസ് നോ ഒബ്ജക്റ്റ്. ഇൻട്രാൻസിറ്റീവ് വെർബിന് എന്തുണ്ടാവില്ല? ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. സോ അത്തരം സെന്റൻസുകളെ അല്ലെങ്കിൽ അത്തരം വെർബുകളെ cannot be converted into passive voice. പാസീവ് വോയിസ്ക്ക് മാറ്റാൻ പറ്റൂല. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്ത്, ആർക്ക് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുകയാണെങ്കിലേ ഒബ്ജക്റ്റ് ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ, ഹി കൺസ്ട്രക്റ്റഡ്, അവൻ നിർമ്മിച്ചു എന്ത്? ദിസ് ടണൽ. അപ്പൊ ഒബ്ജക്റ്റ് ഉണ്ട്, ദിസ് ടണൽ. നമുക്കിത് മാറ്റാൻ പറ്റും. അതായത് ഇത് നമുക്ക് മാറ്റാം. എങ്ങനെ? ദിസ് ടണൽ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഹിം. ഈ ടണല് അവനാൽ നിർമ്മിക്കപ്പെട്ടു. ദിസ് ടണൽ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഹിം. എന്നാൽ അടുത്തൊരു സെന്റൻസ് ആണ് എന്ത്? ഹി ഈസ് റണ്ണിങ് ഫാസ്റ്റ്. ഇവിടെ അവൻ വേഗത്തിൽ ഓടുന്നു, അവൻ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഹി ഈസ് റണ്ണിങ്, അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? വേഗത്തിൽ. അപ്പൊ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണെങ്കിൽ അത് ഒബ്ജക്റ്റ് അല്ല. എന്ത് എന്നോ ആര് എന്നോ ചോദ്യമാണെങ്കിൽ മാത്രമാണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബാണ് ഏത്? റൺ എന്നുള്ളത്. അതായത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഒരിക്കലും. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എഴുതാൻ പറ്റില്ല. നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, certain stative verbs such as, ഇനി ചില സ്റ്റാറ്റീവ് വേർബ്സുകൾ, അതായത് നമ്മളുടെ മെന്റൽ ഫീലിംഗുമായി ബന്ധപ്പെട്ട, ഏതുപോലെ ലൈക്ക്, ലവ്, such as ഏതുപോലെ ബിലോങ്, വാണ്ട്, റിമെമ്പർ, ലാക്ക്, റിസംബിൾ, ഇതുപോലുള്ള മാനസികാവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട വെർബുകൾ. അത്തരം വെർബുകളെ ഡു നോട്ട് ഹാവ് എനി പാസീവ് ഫോം. അത്തരം വെർബുകൾക്കും എന്തില്ല? പാസീവ് ഫോം ഇല്ല. ബിലോങ്,
അതൊരു ആക്ഷൻ അല്ല. ബിലോങ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുക എന്നാണ്. വാണ്ട് ആവശ്യം, റിമെമ്പർ ഓർമ്മിക്കുക, ലാക്ക് കുറവ് ഇല്ലായ്മ, റിസംബിൾ സാമ്യത. അപ്പൊ ഇതുപോലെ പ്രവൃത്തിയുമായി ബന്ധപ്പെടാത്ത വെർബുകൾ, എന്തെങ്കിലുമൊക്കെ അവസ്ഥ അല്ലെങ്കിൽ ഒരു കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട വെർബുകൾ, സ്റ്റാറ്റീവ് വെർബുകൾ, അവയ്ക്കും പാസീവ് ഇല്ല. എക്സാമ്പിൾ, ദിസ് പേഴ്സ് ബിലോങ്സ് ടു ഹിം. ഈ പേഴ്സ് അവൻ്റേതാണ്. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല, കാരണം ഇതിന് ഒബ്ജക്റ്റ് ഇല്ല. ആർക്ക് അല്ലെങ്കിൽ എന്ത്, ഈ ചോദ്യത്തിന് ഉത്തരമല്ല. ദിസ് പേഴ്സ് ബിലോങ്സ്, ഈ പേഴ്സ് ഉൾപ്പെടുന്നു. ഹി റിസംബിൾസ് ഹിസ് ഫാദർ, അവൻ അവന്റെ ഫാദറിനോട് അവന് സാമ്യതയുണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി നോക്കൂ, ഇൻ പാസീവ് വോയിസ് ഓൺലി ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ഷുഡ് ബി യൂസ്ഡ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അതിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്താ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ്? വെർബിന്റെ മൂന്നാമത്തെ രൂപം. വെർബിന്റെ മൂന്നാമത്തെ രൂപം. ചില വെർബുകളുടെയൊക്കെ 2ഉം 3ഉം സെയിം ആയിക്കാരം, ചിലതിൻ്റെ 1ഉം 3ഉം സെയിം ആയിക്കാരം, ചിലതിൻ്റെ 3ഉം വ്യത്യസ്തമായിക്കാരം. നമുക്കറിയാലോ റെഗുലർ വെർബും ഇറഗുലർ വെർബും. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, പാസീവ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഈസ് ദ തേർഡ് ഫോം ഓഫ് ദി വെർബ് ഷുഡ് ബി യൂസ്ഡ്. ഒരു എക്സാമ്പിൾ നോക്കൂ, ഹി അറേഞ്ച്ഡ് ദിസ് എന്റർടൈൻമെന്റ് ഷോ. അവൻ ഈ എന്റർടൈൻമെന്റ് ഷോ അറേഞ്ച് ചെയ്തു. ഹി അറേഞ്ച്ഡ്, അവൻ അറേഞ്ച് ചെയ്തു. എന്ത്? ദിസ് എന്റർടൈൻമെന്റ് ഷോ. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കൂ. അപ്പൊ ദിസ് എന്റർടൈൻമെന്റ് ഷോ ഇനി വാസ് അറേഞ്ച്ഡ്. അറേഞ്ച്ഡ് തന്നെയാണ് എന്ത്? V3 by him. ഇനി the verb in the passive voice takes singular or plural form depending on the object. അതായത് ആക്റ്റീവിലുള്ള ഒബ്ജക്റ്റ് ഇല്ലേ, ആ ഒബ്ജക്റ്റ് അല്ലേ പാസീവിൽ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ആ ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഓക്സിലറി പ്ലൂരൽ ആവണം. ഇനി അതല്ല, ആ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വെർബ് സിംഗുലർ ആവണം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഹി ഹാസ് ബോട്ട് സം ആപ്പിൾസ്. ഇവിടെ ഹി ഹാസ് സിംഗുലർ ആണ്. ബോട്ട് അയാൾ വാങ്ങി സം ആപ്പിൾസ്, ഏതാനും ആപ്പിളുകൾ. അപ്പൊ ഈ ആപ്പിൾ എന്ന് പറയുന്ന സം ആപ്പിൾസ് എന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ സം ആപ്പിൾസ്. ഇനി ആക്റ്റീവിലെ ഹാസ് പറ്റുമോ? ആക്റ്റീവിലെ ഹാസ് വരാനുള്ള കാരണം അതിന് സബ്ജക്റ്റ് ഹീ എന്നായിരുന്നു. ഇവിടെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നത് സം ആപ്പിൾസ് ആണ്, അത് പ്ലൂരൽ ആണ്. പിന്നെ ഹാസ് പറ്റില്ല, മാറ്റണം, ഹാവ് കൊടുക്കണം. സോ സം ആപ്പിൾസ് ഹാവ് ബീൻ ബോട്ട് ബൈ ഹിം. ഇനി അടുത്തത്, ദ വെർബ് ഇൻ ദ പാസീവ് വോയിസ് ഷുഡ് ബി ഫോളോവഡ്. പാസീവ് വോയിസിലെ വെർബും എഴുതി കഴിഞ്ഞാൽ ശേഷം ബൈ ഇട്ടിട്ട് ഡുവർ, അതായത് ആക്റ്റീവിലെ സബ്ജക്റ്റ്, അതാണ് ഡുവർ. ആ ഡുവറിനെ ബൈ ഇട്ട് എഴുതണം. ശ്രദ്ധിക്കണം, ആ സബ്ജക്റ്റിനെ ബൈ ഇട്ട് എഴുതുമ്പോൾ ആക്റ്റീവിന്റെ രൂപത്തിൽ എഴുതണം. ഡുവർ എഴുതുമ്പോൾ ഒബ്ജക്റ്റീവ് ഫോമിക്ക് മാറ്റി എഴുതണം. ഇപ്പൊ ആക്റ്റീവില് ഹീന്നാണെങ്കിൽ ബൈ ഇട്ട് എഴുതുമ്പോൾ ബൈ ഹീ എന്നല്ല എഴുതേണ്ടത്, ബൈ ഹിം മാറ്റണം. ഇപ്പൊ എക്സാമ്പിൾ, ഹി ടുക്ക് മൈ ചെയർ. അവൻ എൻ്റെ ചെയർ എടുത്തു. ആക്റ്റീവിലെ ഒബ്ജക്റ്റ് മൈ ചെയർ മാറ്റിക്കോളൂ. മൈ ചെയർ സബ്ജക്റ്റ് ഏതാ? വെർബ് ഏതാ? ടുക്ക്, പാസ്റ്റ് ആണ്. മൈ ചെയർ സിംഗുലർ. അപ്പൊ എന്ത് ചെയ്യണം? വാസ് ടേക്കൺ അല്ലേ? ടുക്ക് പറഞ്ഞ പാസ്റ്റ് അല്ലേ, മാത്രമല്ല സിമ്പിൾ പാസ്റ്റ് ആണ്. സോ വാസ് ഓർ വേർ. സിംഗുലർ ആയതുകൊണ്ട് വാസ് ടേക്കൺ ബൈ. ആക്റ്റീവിലെ സബ്ജക്റ്റ് ഏതാ? ഹി. മാറ്റി എഴുതുക ബൈ ഹിം. ഇനി നോക്കുക, if the subject in the active voice is vague or unknown,
ഇനി സബ്ജക്റ്റിലെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ, അത് അൺനോൺ ആണെങ്കിൽ, ഏതുപോലെ ഇപ്പൊ സംവണ്ണോ എനിബഡിന്നോ പീപ്പിൾന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ആണ് ആക്റ്റീവിൽ വരുന്നതെങ്കിൽ, കൃത്യമായൊരു സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പാസീവില് ബൈ ഈസ് നോട്ട് യൂസ്ഡ്, ബൈ ഇട്ടിട്ട് ദ ഏജന്റ് ബൈ ഈസ് നോട്ട് യൂസ്ഡ്, ആ സബ്ജക്റ്റിനെ ബൈ ഇട്ടിട്ട് ഏജന്റ് ആയിട്ട് എഴുതണ്ട. എക്സാമ്പിൾ, ദ പീപ്പിൾ ഓൾവേസ് അഡ്മയർ ഹിസ് ലീഡർ. സബ്ജക്റ്റ് പീപ്പിൾ എന്നുള്ളതാണ്. ഓൾവേസ് അഡ്മയർ ഇവിടെ പ്രസന്റ് ആണ്. ഏതാണ്? പ്രസന്റ് ആണ്. ഓൾവേസ് അഡ്മയർ ദിസ് ലീഡർ. അഡ്മയർ പ്രശംസിക്കുന്നു, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് ഏതാ? ദിസ് ലീഡർ. ദിസ് ലീഡർ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ്. ദിസ് ലീഡർ ഈസ് ഓൾവേസ് അഡ്മയേർഡ് ബൈ പീപ്പിൾ. ബൈ ദ പീപ്പിൾ എന്ന് എഴുതണ്ട. കാരണം സംവണ്ണും എനിബഡി പീപ്പിൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് ആക്റ്റീവിലെങ്കിൽ നമ്മളത് ബൈയിട്ട് എഴുതണ്ട. കാരണം അവ എന്താണ്? അപ്രസക്തമായതുകൊണ്ട്. ഇനി നോക്കൂ, ആക്റ്റീവിൽ വന്നിരിക്കുന്ന രൂപങ്ങളെ എങ്ങനെയൊക്കെ മാറ്റണം. ഒബ്ജക്റ്റ് ആക്കി എഴുതുമ്പോൾ ഐന്നാണെങ്കിൽ മീന്ന് എഴുതണം, വീന്നാണെങ്കിൽ അസ്ന്ന് എഴുതണം, ഷീന്നാണെങ്കിൽ ഹെർന്ന് എഴുതണം, ഹീന്നാണെങ്കിൽ ഹിംന്ന് എഴുതണം, ദേന്നാണെങ്കിൽ ദംന്ന് എഴുതണം, യൂന്നാണെങ്കിൽ മാറ്റണ്ട. സബ്ജക്റ്റ് യൂന്നാണെങ്കിൽ പാസീവിലും യൂന്ന് എഴുതിയാൽ മതി. ഇനി ആക്റ്റീവിലെ സബ്ജക്റ്റ് ഇറ്റ് ആണെങ്കിൽ പാസീവിലും എന്തെഴുതിയാൽ മതി? ഇറ്റ് തന്നെ എഴുതിയാൽ മതി. അപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങളൊക്കെ ക്ലാസ് കംപ്ലീറ്റ് ആയും കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.